ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 8 മാർക്കാണ്, വളരെ സിമ്പിളായിട്ട് നേടാവുന്ന ചാപ്റ്ററാണ്. സോ നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചാലോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു 3 സ്റ്റാർ കാറ്റഗറി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് ഓർത്ത് വെക്കുക. എസ്കേപ്പ് സ്പീഡ് ഇതിൽ 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റൻ ആട്ടോ. എസ്കേപ്പ് സ്പീഡ് എന്താ? ഒന്നുമില്ലാന്നേ, ഭൂമിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നമ്മളൊരു വസ്തുവിന് കൊടുക്കേണ്ട മിനിമം സ്പീഡ്. The minimum speed of projection so that a body escape from gravitational pull of planet or earth. അപ്പോൾ ഞാൻ പറഞ്ഞ മലയാളം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഇംഗ്ലീഷിലോട്ട് മാറ്റി എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മലയാളം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നന്നായി പഠിക്കും. ദ മിനിമം സ്പീഡ് ഓഫ്. അപ്പോൾ നിങ്ങൾ ഈ രാത്രിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കട്ടെ നിങ്ങൾ ഇതിനകത്ത്. അപ്പോൾ നമുക്കും ആ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം. അതിനകത്ത് ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് ഞാൻ പറഞ്ഞു. മൂണിന് എന്തില്ല? അറ്റ്മോസ്ഫിയർ. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കല്ലേ കേട്ടോ. ഒപ്പം ഹൈപ്പ്, സബ്സ്ക്രിപ്ഷനൊക്കെ. മൂണിന് എന്തില്ല? അറ്റ്മോസ്ഫിയറില്ല. ചന്ദ്രനിലിടാ വായു കാര്യങ്ങൾ അറ്റ്മോസ്ഫിയറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ മോളിക്യൂൾസിന് എന്താണ്? ആ ഉള്ള സ്പീഡ് തന്നെ മതി. ചന്ദ്രനിൽ വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ചന്ദ്രൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അവർക്ക് ആ ഒരു ചെറിയ അവരുടെ ആർ എം എസ് സ്പീഡ് തന്നെ മതി. മനസ്സിലായില്ലേ? മോളിക്യൂൾസിൻ്റെ സ്പീഡാണ് ആർ എം എസ് സ്പീഡ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് പറഞ്ഞു. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഡിഫൈൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ഒന്നുമില്ലാന്നേ. നമ്മളിപ്പം ഒരാത്തെ ഭൂമി ഇങ്ങനെ വലിക്കൂലൊരു വസ്തുവിനെ. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ എവിടെന്നെങ്കിലും ഇൻഫിനിറ്റി എന്നൊരു വസ്തുവിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഭൂമിയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഭൂമി അങ്ങോട്ട് വലിക്കൂലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ വസ്തുവിനെ ഇൻഫിനിറ്റി നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്ര വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? നെഗറ്റീവാണ്. നമ്മൾ വർക്കൊന്നും ചെയ്യേണ്ട, ഭൂമി ഇങ്ങോട്ട് നമ്മളെ വലിച്ചോളൂ. മനസ്സിലായില്ലേ? അട്രാക്ഷനാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. എവിടുന്നോ ഒരു വസ്തുവിനെ ഭൂമിയുടെ ഒരു 6 അകലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യണം? ആ വർക്കാണ് അവിടുത്തെ ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വർക്ക് ഡൺ ടു മൂവ് എൻ ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി. കാണുന്നില്ലെങ്കിൽ ഞാൻ മാറിത്തരാം, കണ്ടോളൂ. വർക്ക് ഡൺ ടു മൂവ് എൻ ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഒന്നുമില്ലാന്നേ, എവിടുന്നോ ഒരു വസ്തുവിനെ ഇൻഫിനിറ്റി നിന്ന് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക്. അതാണ് ആ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സോ നമുക്ക് ഭൂമിയുടെ ആ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ ചെയ്താലോ? ഒന്നുമില്ലാന്നേ. ഇത് ഭൂമിയുടെ മാസ്. ഇത് നമ്മൾ ആ വസ്തുവിനെ ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചോളൂ. ചെറിയ ഡിസ്റ്റൻസ് ഡി എക്സ് നീക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ 6 അകലത്തിലോട്ട് എത്തിക്കുകയാണ് ആ വസ്തുവിനെ. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്ക് എങ്ങനെയൊക്കെയാണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ, ഈ ഫോഴ്സില്ലേ, വർക്ക് എപ്പോഴും എങ്ങനെയാണ്? നമ്മൾ ആദ്യം ചെറിയ അകലമായി ഈ വസ്തുവിനെ നീക്കുന്നുള്ളൂ, ഡി എക്സ്. ഇപ്പം ഇവർ തമ്മിൽ എന്തുണ്ട്? ഈ ഭൂമിയും ഇത് തമ്മിലുള്ള അകലം എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ നമ്മൾ വസ്തുവിനെ നീക്കി 6ലോട്ട് കൊണ്ടുവരികയാണ്. എവിടുന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന്. ഇപ്പോൾ വസ്തു എവിടെയോ ഇരിക്കുന്നത് നമുക്കറിയില്ല. എക്സ് അകലത്തിലാണ്, ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണ്. 6 അകലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്ത് വർക്ക് ചെയ്യേണ്ടി വരും? വർക്ക് ആദ്യം നമ്മൾ ചെറിയ ഒരു അകലം നീക്കുകയാണ്, ഡി എക്സ്. അപ്പോൾ ചെറിയ വർക്ക് എങ്ങനെയാണ് കാണാം? എഫ് ഇൻറ്റു ഡി എക്സ് അല്ലേ വരിക. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് നിങ്ങൾ ഗ്രാവിറ്റിയുടെ അട്രാക്ഷൻ അല്ലേ ഇവിടെ ഈ വസ്തു തമ്മിൽ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പറയുന്നത്? 2 വസ്തുക്കൾ തമ്മിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇസിക്കൽ ജി ഇൻറ്റു ഈ വസ്തുവിൻ്റെ മാസ് ഇൻറ്റു ആ വസ്തുവിൻ്റെ മാസ് ബൈ എ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഒന്നുമില്ലാന്ന് എഫ് എന്ന് പറഞ്ഞാൽ GMM/x² അങ്ങ് പഠിച്ചു വെക്കുക. ചെറിയ ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ഇതിപ്പം ചെറിയ വർക്കാണ്. ഫുൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫിനിറ്റിയിൽ നിന്ന് 6 വരെയുള്ള വർക്ക് കിട്ടണമെങ്കിൽ ഇൻഫിനിറ്റി ടു 6 നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ GMM/x² എന്ത് ചെയ്യുക? DX ഇൻ്റഗ്രേഷൻ കൊടുക്കുക. അപ്പം ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ജിയും എമ്മും ഒക്കെ എന്ത് ചെയ്യുക? പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, അതായത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വലിയ ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്ക് എന്താണ് വരിക? ഇതെല്ലാം പുറത്തേക്ക് എടുക്കുക. ജി ഇൻറ്റു എം ഇൻറ്റു സ്മോൾ എം, അതെല്ലാം പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലുതാക്കി എഴുതാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ആ ജി ഇങ്ങോട്ടേക്ക് പുറത്തെടുത്ത് ക്യാപിറ്റൽ എം, സ്മോൾ എം ഒക്കെ പുറത്തേക്ക് എടുത്ത് അവിടെ ആര് മാത്രം മതി? 1/x² dx. അതാണ് ചേഞ്ച് ആവുന്നത്. നമ്മൾ ഡി എക്സ് എല്ലാം ഇങ്ങനെ മാറ്റി ഡിസ്റ്റൻസ് ആണ് മാറുന്നത്. അപ്പോൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഇൻഫിനിറ്റി ടു 6. 1/x² ഇൻ്റഗ്രേഷൻ എന്താണെന്നറിയോ? വർക്ക് ഈസ് ഈക്വൽ ടു GMM ഇൻറ്റു 1/x² ഇൻ്റഗ്രേഷൻ എന്താണ്? -1/x ആണ്. -1/x ആണ്. മനസ്സിലായില്ലേ? അത് പഠിച്ചു വെക്കുക. 1/x² ഇൻ്റഗ്രേഷൻ എന്താണ്? -1/x ആണ്. അപ്പോൾ -GMM. ഇനി എന്ത് ചെയ്യുക? അവിടെ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. അപ്പോൾ മൈനസ് ഇങ്ങോട്ട് ഇട്ട് ഇനി 1/r -1/∞ എന്ന് വരും. അപ്പം ഒന്നുമില്ല, -GMM/r എന്ന് വരും. അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതങ്ങോട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ ഗ്രാവിറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭൂമി മാസ് ഉണ്ടെന്ന് വെക്കുക. ഒരു വസ്തുവിന് സ്മോൾ മാസ് ഉണ്ട്. അതിന് ഇങ്ങോട്ടേക്ക് നീക്കിക്കൊണ്ടുവരികയാണ്. ചെറിയ അകലം DX ആണ്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ്? ചെറിയ വർക്ക് DW = F dx ആണ്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? G ഇൻറ്റു എം ഇൻറ്റു സ്മോൾ മാസ് ബൈ എക്സ് അകലത്തിലാണ് ഇപ്പം വിചാരിച്ചോളൂ. അപ്പം അത് നമ്മൾ 6 അകലത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇൻഫിനിറ്റിയിൽ നിന്ന്.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. അപ്പോൾ DW ചെറിയ വർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഫുൾ വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ DW = കൊടുത്തു. ഇനി ഗെറ്റ് ടോട്ടൽ വർക്ക് വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് എന്ന് എഴുതുക. എന്നിട്ട് ടോട്ടൽ വർക്കിന് DW ഇൻഫിനിറ്റി ടു ആർ എഴുതുക. അപ്പോൾ ഇവിടെയും ഇൻഫിനിറ്റി ടു ആർ എന്ത് ചെയ്താൽ Gmm/x² dx എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും. അതെന്തായിരിക്കും, G കോൺസ്റ്റൻ്റ് ആണ്, M കോൺസ്റ്റൻ്റ് ആണ്, മാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിനൊക്കെ പുറത്തേക്കാക്കിയിട്ട് അവിടെ ഇൻ്റഗ്രേഷനിൽ എന്ത് കൊടുക്കുക, 1/x² dx എന്ന് കൊടുക്കുക. 1/x² ഇൻ്റഗ്രേഷൻ എന്താ, 1/x² ഇൻ്റഗ്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, -1/x ആണ് കേട്ടോ. ആ മൈനസ് ആദ്യം തന്നെ ഇങ്ങോട്ട് പിടിച്ച് പുറത്തേക്ക് ഇടുക. അപ്പോൾ എന്ത് വരും, 1/x എന്നായില്ലേ. അപ്പോൾ ലിമിറ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ ലിമിറ്റ് വേണം, ഇൻഫിനിറ്റി ടു ആർ ആണ്. ആദ്യം എക്സിന് എന്ത് കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ -Gmm × ആദ്യം ഈ ആറ് കൊടുക്കുക, സ്മോൾ ആറ്. ഇത് നമ്മൾ ബാച്ചിൽ ഇങ്ങനെ ഒന്നല്ല കേട്ടോ, ഇതിപ്പം പരീക്ഷ ആയതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് റെൻഡർ ചെയ്ത് വരാൻ കുറേ സമയം എടുക്കും, മെല്ലെ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പറയുകയാണ്, നിങ്ങളൊന്ന് ഇങ്ങനെ അടിച്ച് കണ്ടാൽ മതി. ഇതിനകത്ത് വീണ്ടും ബാക്ക് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആദ്യം അപ്പർ ലിമിറ്റ് 6 കൊടുക്കുക എക്സിൻ്റെ സ്ഥാനത്ത്, -∞ കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക എക്സിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -Gmm/r എന്ന് കിട്ടും. ഇതാണ് എന്ത്, ഈ വർക്ക് ഡൺ ആണ് എന്താവുന്നത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആവുന്നത്. അതായത് നെഗറ്റീവാണ്, നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഭൂമി ഇങ്ങോട്ടേക്ക് വലിച്ചോളും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. ഇനി അത് പോസിറ്റീവാണ് നെഗറ്റീവോ എന്നുള്ളത് നെഗറ്റീവാണ്. കാരണം എന്താണ്, ഭൂമിയുടെ അട്രാക്ഷനിലാണ് ആ വസ്തു ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്തില്ല, അത് എസ്കേപ്പ് ചെയ്ത് പോകുമ്പോഴേ അതിൻ്റെ എനർജി എന്താവുള്ളൂ, 0 ആയി മാറുള്ളൂ. അപ്പോൾ ഇത് ഭൂമിയുടെ അട്രാക്ഷൻ പുള്ളിലായതുകൊണ്ട് തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, നെഗറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ സംഭവങ്ങളുള്ളത്. അപ്പം ഇതിനകത്ത് ആ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇതിനകത്ത് പിന്നീട് ഇതിനകത്ത് നെക്സ്റ്റ് പിന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഡയമെൻഷണൽ ഫോർമുല, ഇത് ഞാൻ ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കെപ്ലേഴ്സ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ്. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രഹങ്ങൾ കറങ്ങുന്നത്. സൂര്യൻ അതിൻ്റെ ഒരു ഫോക്കസിലുണ്ടാകും. പിന്നെ അതിനകത്ത് ഒന്നാമത്തെ നിയമം അത് കഴിഞ്ഞു. രണ്ടാമത്തത് ഈ സൂര്യനെയും പ്ലാനറ്റിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പ്ലാനറ്റ് ഇവിടെ എത്തൂലേ, അപ്പോൾ ഒരു ലൈൻ കണക്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കൂലേ. അപ്പോൾ ആ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ, ഇതിപ്പോൾ ഒരു മാസം കൊണ്ട് സ്വീപ്പ് ചെയ്ത ഏരിയ ആണെങ്കിൽ ഇനി അടുത്തിപ്പോൾ ഒരു മാസം കൊണ്ട് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ എന്താണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ ഈ ഏരിയകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ സ്വീപ്പ് ചെയ്യുന്ന ഏരിയകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ മതി. ഒരു പ്ലാനറ്റ് എന്ത് ചെയ്യുക, എലിപ്റ്റിക്കൽ ഓർബിറ്റിലല്ലേ കറങ്ങുന്നത്. അപ്പോൾ പ്ലാനറ്റ് ഇതാണ്, സൂര്യൻ ഇതാണ്. അപ്പോൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുക, പ്ലാനറ്റ് ഇവിടെയാണ്. പിന്നെ പ്ലാനറ്റ് കുറച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് പ്ലാനറ്റ് ഇവിടെ എത്തൂലേ. അപ്പോൾ അത് ഏരിയ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. ഇനി അതേ ഒരു മാസം കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ അതേ ഒരു മാസം കൊണ്ട് ഇവിടെയും ഏരിയ കവർ ചെയ്യൂലേ. അപ്പോൾ ഈ ഒരു മാസമാണ് ഇവിടെയും എങ്കിൽ ഒരു മന്ത് കൊണ്ട് കവർ ചെയ്യുന്ന ഇവിടുത്തെ ഏരിയയും ഒരു മന്ത് കൊണ്ട് കവർ ചെയ്യുന്ന ഇവിടുത്തെ ഏരിയയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്ലാനറ്റ് ഒരു ലൈന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അതായത് എ ലൈൻ കണക്റ്റിംഗ് പ്ലാനറ്റ് ടു സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് എഴുതി വെച്ചാൽ മതി. ഒന്നുമില്ലാന്നേ, ഒരു പ്ലാനറ്റിനെയും സൂര്യനെയും കണക്ട് ചെയ്തൊരു ലൈന് വരച്ചാൽ ആ ലൈന് ഈക്വൽ ഏരിയ ആയിരിക്കും. ടൈം ഇൻ്റർവെൽ ഈക്വൽ ആണെങ്കിൽ എല്ലായിടത്തും, മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇതിനകത്ത്. പിന്നെ തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ തേർഡ് ലോ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് എന്താണ്, പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. അങ്ങനെ എഴുതി വെച്ചാൽ മതി. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് 5 സ്റ്റാർ കാറ്റഗറിയാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറിയാണ്, മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇത് 5 സ്റ്റാർ ആണ്, മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഒന്നുമില്ലാന്നേ, ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിനെ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ വസ്തുവിന് ഒരു മിനിമം സ്പീഡ് കൊടുക്കണ്ടേ. ആ സ്പീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിൻ്റെ എസ്കേപ്പ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ പിടുത്തത്തിൽ നിന്നൊരു വസ്തുവിനെ രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ കൊടുക്കേണ്ട സ്പീഡ്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഡെറിവേഷൻ ഭയങ്കര സിമ്പിളാണ്. ഒന്നുമില്ല, മെക്കാനിക്കൽ എനർജിയുടെ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. എസ്കേപ്പ് സ്പീഡിൻ്റെ ഡെറിവേഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഒരു വസ്തു ഇപ്പോൾ സർഫസിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ എനർജി ഉണ്ട്, -Gmm/r. അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഒപ്പം തന്നെ അതിന് നമ്മൾ സ്പീഡ് കൊടുക്കുന്നില്ലേ, അപ്പോൾ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്പീഡ് എന്താണ്, എസ്കേപ്പ് സ്പീഡാണ്. ഇതിനെ രക്ഷപ്പെട്ടു പോകാനാണ് നമ്മൾ സ്പീഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി 12m അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 12mv² അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രക്ഷപ്പെടാനുള്ള സ്പീഡാണ്. അപ്പോൾ 12mve² വരും. ഈക്വൽ ടു ഇനി ഇത് ഇൻഫിനിറ്റിയിൽ രക്ഷപ്പെട്ട് എവിടെയോ എത്തി. അപ്പോൾ അതിൻ്റെ എനർജി 0 ആണ്. പക്ഷേ മെക്കാനിക്കൽ എനർജി എന്താണ്, കൺസർവ്ഡ് ആണ്. ഇവിടെയുള്ള എനർജി തന്നെയാണ് അവിടെയുള്ള എനർജിയും. അപ്പോൾ തുടക്കത്തിലുള്ള എനർജി അപ്പോൾ എന്ത് വരും, അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കൊടുക്കുക. ഒന്നുമില്ല, നിങ്ങൾ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. 12mve² -Gmm/r = 0 എന്ന് പഠിക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എന്താക്കുക, Gmm/r എന്നാക്കി മാറ്റുക. എം ക്യാൻസൽ സ്മോൾ എം ആണ് കേട്ടോ, വസ്തുവിൻ്റെ മാസ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ദെൻ ve² എന്ത് വരും, ഈ 2 അങ്ങോട്ട് പോവുക. 2Gmm/r എന്ന് വരും. ve എന്ത് വരും, √2Gmm/r എന്ന് വരും. ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് എം വി സ്ക്വയർ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കാണാതെ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ബാക്കി പിന്നെ ഇതിനകത്ത് ഇക്വേഷൻ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ റെഡിയാവും. പിന്നെ ഇതിനകത്ത് നിന്ന് അത് നമ്മൾ പറഞ്ഞു. അപ്പം അതിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം കേട്ടോ, √2gr എന്ന്. കാരണം g എന്ന് പറഞ്ഞാൽ gm/r² ആണ്. നിങ്ങളത് പേടിക്കേണ്ട, തൽക്കാലം ഇവിടെ എത്തിയാലും നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി ഇതിനകത്തെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km ആണ്, അത് പഠിച്ചു വെക്കുക. പിന്നെ ഇത് നമ്മൾ കെപ്ലർസ് ലോൻ്റെ ആപ്ലിക്കേഷനാണ്. ഇനി ഇതിനകത്ത് നിന്ന് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ചന്ദ്രൻ എന്തില്ല, അറ്റ്മോസ്ഫിയർ ഇല്ല. എന്തുകൊണ്ടാണ്? അതിന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ചന്ദ്രനിൽ വായു ഇല്ല. കാരണം എന്താ, മോളിക്യൂൾസിന് എന്താ ചെയ്യുക, അവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിനുള്ള ചന്ദ്രൻ്റെ പിടുത്തം വളരെ കുറവാണ്. അപ്പോൾ ഈ മോളിക്യൂൾസിന് ചെറിയ സ്പീഡ് ഉണ്ടാവുമല്ലോ, RMS സ്പീഡ്. അപ്പോൾ ആ സ്പീഡ് തന്നെ മതി, അവർക്ക് രക്ഷപ്പെട്ടു പോകും. മനസ്സിലായില്ലേ, ചന്ദ്രൻ്റെ പിടുത്തത്തിൽ നിന്ന്. അപ്പോൾ അത് എഴുതി വെക്കുക. RMS സ്പീഡ് ഓഫ് എന്താണ്, ചെറുതാണ്. RMS സ്പീഡ് വലുതാണ്, അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി ചെറുതാണ്. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ലെസ് ദാൻ RMS സ്പീഡ്. പിന്നെ ഇതിനകത്ത് ഇത് നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ചോദിക്കാം കേട്ടോ, അതിൻ്റെ ഡെറിവേഷന്. അപ്പം ഇതെന്താണ്, ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് g. അപ്പം ഡെപ്ത് ജിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് g = എന്തറിയാം, gm/r² അറിയില്ലേ. മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. അപ്പം മാസിനെ നമ്മൾ 4/3 πr³ ഇൻറ്റു റോ ഡെൻസിറ്റി എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ g എന്താണ് ആവുക, 4/3 πg ρ r. ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചോളൂ. g എന്താണ്, ഡെപ്തിലെ g ചോദിച്ചാൽ ഇതിന്ന് തുടങ്ങാം, ഇത് അങ്ങോട്ട് വെക്കുക. g = എന്താണ്, ഇനി അറ്റ് ഡെപ്ത് ഡിയിൽ എന്താണ്, g = അവിടെ വരിക 4/3 πg ρ ഇൻറ്റു r-d കൊടുക്കുക, രണ്ടാമത്തത് ഡെപ്തിൽ. എന്നിട്ട് ഈ ഡെപ്തിലുള്ളതിനെ മുകളിലും മറ്റേ ജീനെ അടിയിലും എഴുതുക. അപ്പോൾ ഇത് അടിയിൽ മുകളിൽ എഴുതി, ഇത് അടിയിലും, അപ്പോൾ ഇത് മുകളിൽ എഴുതുക 4/3 πg ρ ഇൻറ്റു r-d, അടിയിൽ 4/3 πg ρ r. അപ്പോൾ ഇതങ്ങോട്ട് എല്ലാം കട്ടായി പോയി കഴിഞ്ഞിട്ട്, റോ ഒക്കെ കട്ടായി പോയി കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക, g ഡെപ്ത് ബൈ g = r-d/r. അപ്പോൾ g ഡെപ്തിലാണ് നമുക്ക് കാണേണ്ടത്. ഈ ജീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, r-d/r എന്നാവും. r എന്താവും, 1 ആവും. r-നെ ഇങ്ങനെ വരും, gd = g ഇൻറ്റു r/r എന്താ 1 അല്ലേ, -d/r എന്ന് എഴുതും. ഇത്ര എഴുതിയാൽ മതി, മനസ്സിലായില്ലേ. അതിനെ പിരിച്ചെഴുതിയതാണ്. r-ന് ഈ രണ്ടിനും അത് കൊടുക്കുക. r-ന് ഈ r-ന് കൊടുത്താൽ r/r 1 ആവും. ഈ r അങ്ങോട്ട് കൊടുക്കുമ്പോൾ d/r ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇത് വീണ്ടും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഞാൻ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഇനി ഇതിനകത്ത് അത് എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ സെൻറ്ററിൽ വെയിറ്റ് 0 ആണ് സംഭവങ്ങൾ. പിന്നെ സാറ്റലൈറ്റ് ഓർബിറ്റൽ വെലോസിറ്റി ചോദിച്ചാൽ ഇതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്. ഒരു സാറ്റലൈറ്റ് ഇപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകളൊക്കെ കറങ്ങുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിനകത്ത് ഒരു പ്ലാനറ്റ്, അതിനകത്ത് ചുറ്റും സാറ്റലൈറ്റുകളുണ്ടെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പ്ലാനറ്റും സാറ്റലൈറ്റും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ആ അട്രാക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ കറങ്ങാനുള്ള സെൻറ്ററിലോട്ടുള്ള ബലം കൊടുക്കുന്നത്. ഏത് വസ്തു കറങ്ങണമെങ്കിലും സെൻറ്ററിലോട്ടൊരു ബലം വേണ്ടേ. അപ്പോൾ അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. അതാരാ കൊടുക്കുന്നത്, ഈ അട്രാക്ഷൻ്റെ ഇക്വേഷൻ എന്താ, ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ g ഇൻറ്റു ഈ പ്ലാനറ്റിൻ്റെ മാസ് ഇൻറ്റു ആ വസ്തുവിൻ്റെ മാസ് ബൈ r². അപ്പം നമുക്ക് എന്ത് വരും, അതിനകത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യാം. mv²/r = gmm/r² എന്ന് വരും. ഇവിടെ m കട്ടായിപ്പോയി, വസ്തുവിൻ്റെ മാസാണ്. v² = r² സ്ക്വയറും ഇവിടുത്തെ ആറും കട്ടായിപ്പോയി. v² = gm/r എന്ന് വരും. v √gm/r. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്തായിരുന്നു, √2gm/r ആയിരുന്നു. ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്, √gm/r ആണ്. അപ്പോൾ ആ ഒരു √2ൻ്റെ ബന്ധമാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റിയാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ബന്ധവും അതിനകത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് അതിനകത്ത് പഠിച്ചു വെക്കുക. പിന്നെ ഇതിനകത്ത് ടൈം പീരീഡ് ഇതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാം, t = 2πr/v എന്നാണ്. അപ്പം 2πr/ നമുക്ക് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, √gm/r. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2π × r³ എന്ന് കിട്ടും. മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു r എന്താണെന്നറിയോ, ഇത് നമ്മൾ ഇത് ക്യാപിറ്റൽ R എന്ന് കൊടുക്കേണ്ട, അത് നിങ്ങൾ സ്മോൾ r എന്ന് കൊടുത്തു കഴിഞ്ഞാൽ mv²/r ഇതിനകത്ത് സ്മോൾ r എന്ന് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാനറ്റും ആ ഒരു തമ്മിലുള്ള ബന്ധമാണ്, അല്ലാണ്ട് ഇതിനകത്ത് ഭൂമിയുടെ റേഡിയസോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഭൂമിയുടെ റേഡിയസ് അല്ല എടുക്കുന്നത്, നമ്മൾ ആ ഒരു പ്ലാനറ്റും അത് കറങ്ങുന്ന ആ ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് എടുക്കുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ സ്മോൾ r കൊടുത്താൽ മതി അവിടെയൊക്കെ. ഓക്കെ, ഇവിടെയൊക്കെ ഞാൻ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ. ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്മോളർ എടുക്കുക. ദെൻ പിന്നീട് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റിൽ ചോദിക്കും. ഹൈറ്റിൽ എന്താണ് ആക്സലറേഷൻ? ഇപ്പോൾ ഭൂമിയിൽ ഇവിടെ നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഹൈറ്റിലെത്തുമ്പോൾ ആക്സലറേഷൻ പിടുത്തം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അപ്പോൾ ഹൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? ജി എന്താണ്? GM/r² നമുക്കറിയാം. ജി ഡാഷ് എന്താണ്? ജി ഡാഷ് ഇനി ഹൈറ്റിലാവുമ്പോൾ GM/r+h² ആവും. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുക. ജി ഡാഷ് മുകളിൽ, ജി അടിയിൽ, നേരത്തെ ഡെപ്ത് ചെയ്ത പോലെ. അപ്പോൾ GM/r+h² അടിയിൽ എന്ത് വരും? GM/r² വരും. ഈ GM കട്ട് ചെയ്ത് ഈ r² മുകളിലോട്ട് പോകും. അപ്പോൾ ജി ഡാഷ് ബൈ ജി എന്താവും? r²/r+h² ആവും. ഈ r², ജി ഡാഷ് ബൈ ജി എന്താവും? ഈ r² മുകളിൽ കട്ടാക്കുക. അടിയിൽ r² എടുത്തിട്ട് ഇതിനെ 1+h/r² അങ്ങനെ എഴുതാൻ പഠിക്കണം. അടിയിൽ മുകളിൽ നിന്ന് ഒരു r² വെട്ടിപ്പോവും. അടിയിൽ r² വെട്ടിപ്പോയി കഴിഞ്ഞാൽ അടിയിൽ 1+h/r² ആണ് ഉണ്ടാവുക. അപ്പോൾ ജി ഡാഷ് ഇസിക്കൽ ടു എന്താവും? ജി ഇൻറ്റു r² കട്ടായിപ്പോയി G/1+h/r² ആവും. ഈ h/r ഇതിനൊന്നാകെ മുകളിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അത് ജീൻ്റെ കൂടെ തന്നെ വരും. പക്ഷേ അവിടെ എന്താണ്? 1+h/r-2 ആയിട്ടാണ് വരിക. ഇതാണ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അതിനകത്ത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അത് ചെറിയ ഹൈറ്റിലാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാം? ജി ഡാഷ് ഇസിക്കൽ ടു ജി ഇൻറ്റു 1-2h/r എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് സംഭവങ്ങൾ. ഇനി പിന്നെ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നീട് ഇതിനകത്ത് ജിയുടെ യൂണിറ്റ് സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഡയമെൻഷൻ വെച്ച് നമുക്ക് കാണണം. അതായത് ജി എന്താണ്? ജീൻ്റെ കാണാം. ഈ r² ഇങ്ങോട്ട് കൊണ്ടുവരിക. m² ആകും. ന്യൂട്ടൺ ആവും. r² m², അടിയിൽ kg². അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റ് അനുസരിച്ചും ഡെപ്ത് അനുസരിച്ചൊക്കെ കുറയും. പിന്നെ എനർജി, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് ഇവിടെ കറങ്ങുന്നത്, അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടു പോയേനെ. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞ ടൈപ്പ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്തോളൂ. ചിലപ്പം വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എക്സാമൊക്കെ ടഫാണെങ്കിൽ അറ്റ് വാട്ട് ഹൈറ്റ് ദ ജി ഹാഫ് ആകും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് G/2 ആക്കിയിട്ട് നമ്മൾ ചെയ്യുക. എന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക. അത് കുറച്ച് അതിനകത്ത് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. അത് ഞാനൊരു സ്റ്റാർ കാറ്റഗറി ഒന്നും പെടുത്തുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഹൈറ്റും ഡെപ്തും ഈക്വൽ ആകുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അറ്റ് വാട്ട് ഹൈറ്റ് എബോവ് ദ എർത്ത് സർഫസ് വാല്യൂ ജി സെയിം ആയത് 80 കിലോ ആഴത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ജി എന്താണ്? ഡെപ്തിലും ഹൈറ്റിലും ജി എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഡെപ്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 80 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഹൈറ്റ് എത്രയാണെന്ന് കാണാനാണ്. അപ്പോൾ ഡെപ്ത് 80 കൊടുത്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാനാണത്. അപ്പം അത് നിങ്ങൾക്ക് കുറച്ച് ലോജിക്ക് ആലോചിച്ചാലേ കിട്ടത്തുള്ളൂ. എനിവേ പിന്നീട് ഇതിനകത്ത് എസ്കേപ്പ് സ്പീഡ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് ഇതും അതുപോലെ ന്യൂമറിക്കലാണ്. നിങ്ങൾ നോക്കുക, 63 ന്യൂട്ടനാണ്. ഹാഫ് അറ്റ് വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ഇറ്റ് ഡ്യൂ ടു എർത്ത് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പം ഭൂമിയുടെ റേഡിയസിൻ്റെ പകുതി എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പം അവിടെ എന്തായിരിക്കും അതിൻ്റെ ജി എന്നുള്ളതാണ്. അപ്പം അവിടെ ഹൈറ്റ് എന്താണ്? r/2 കൊടുക്കണം. മനസ്സിലായില്ലേ? ഹൈറ്റിൻ്റെ ഇക്വേഷൻസിൽ. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പം ജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിനകത്ത് ഫോഴ്സ് അതിനകത്ത് കൊടുക്കാൻ പറ്റും. GH എന്താണ്? GH എന്ന് പറഞ്ഞാൽ 4/9 × G ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഫോഴ്സും വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഫോഴ്സും അതേ പ്രൊപ്പോർഷനിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ അതെന്താണ്? 36,000 അറൗണ്ട് ആൾമോസ്റ്റ് 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ് ഇത് കറങ്ങുന്നത് എന്നുള്ള സംഭവമാണ്. പോളാർ സാറ്റലൈറ്റ് ലോ ആൾട്ടിറ്റ്യൂഡിലാണ്. അതൊക്കെ അതിനകത്ത് പണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പം ആ കാറ്റഗറി ഒന്നും അതിനകത്ത് ചോദിക്കാറില്ല. വാട്ട് വിൽ ബി ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് അനദർ സാറ്റലൈറ്റ്? ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? സോ പിന്നീട് ഇതിനകത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾസിലാണ്. കാരണം പോൾസിൽ എന്താണ്? അവിടെ പോൾസിൽ അതിനകത്ത് റേഡിയസ് കുറവാണ്. കാരണം ഭൂമി നമ്മളൊരു ഇതിനകത്ത് ഇങ്ങനെ വരുമ്പോഴേ പോൾസിലോട്ട് എന്താണ്? റേഡിയസ് കുറവാണ്. ഇക്വേറ്റർ റേഡിയസ് കൂടുതലുമാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി പെട്ടെന്ന് എളുപ്പത്തിന്. അപ്പം 6 കൂടുമ്പം ജി എന്താണ്? GM/r² ആണ്. റേഡിയസിന് ഇൻവേഴ്സാണ്. അപ്പം ഇവിടെ റേഡിയസ് കൂടിയത്ത് ജി കുറയും. അപ്പോൾ ഇക്വേറ്ററിൽ ജി കുറയും, പോൾസിൽ കൂടും.
സോ അത് പിന്നെ ഇത് നിങ്ങൾക്കറിയാം ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് വരുന്തോറും എന്ത് ചെയ്യാണ്, സെൻറ്ററിൽ നിന്ന് വരുന്തോറും ജി കൂടി സർഫസിലാണ് മാക്സിമം, പിന്നെ ജി വീണ്ടും വീണ്ടും കുറയുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ പെട്ടെന്ന് ഹൈറ്റിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കുറയും. അപ്പം ഈ ഒരു ഗ്രാഫാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ജിയുടെ റിലേഷൻ വിത്ത് എന്തായിട്ട് അപ്പോൾ ഇതിനകത്ത് ഇത് രണ്ടും നിങ്ങൾ ഇതിനകത്ത് ഇത് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഗ്രാഫാണ് ഇതിനകത്ത്. മറ്റേത് ഒരുപോലെയുള്ളത് വരയ്ക്കണ്ടല്ലോ ഇതിനകത്ത്, ഇതിപ്പം ഒരുപോലെയാണ് ഇതിനകത്ത്. അപ്പോൾ ഇവിടെയാണ് ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഗ്രാഫാണ് ഇതിനകത്ത്. വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും മുകളിൽ സർഫസിലോട്ട് വരുമ്പോൾ മാക്സിമം മറ്റ് സർഫസിലാണ്, പിന്നെ അത് കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം പോൾസിലാണ് കൂടുതൽ. എസ്കേപ്പ് വെലോസിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓർബിറ്റൽ വെലോസിറ്റി ഒക്കെ അങ്ങനെ തന്നെയാണ്. അതെ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യനുകളാണ്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് ഗ്രാവിറ്റേഷനിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, മനസ്സിലായില്ലേ? അതിനകത്ത് എ എന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ജി ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊതുവേ നമ്മൾ യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. ബി യു ആണ് കേട്ടോ. ഇതിനകത്ത് യു എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾക്കറിയാം എഫ് ആണ്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ജി ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ടേമിലാണ് ഇവിടെ ബി എന്നുള്ള രീതിയിലും അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ഇതിനകത്ത് പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ ബി പറയാം, പക്ഷേ പൊട്ടൻഷ്യൽ എനർജിക്ക് യു ആണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നീട് ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യനുകളാണ്. ഇതിനകത്ത് G/2 ആകുന്നത് ഏത് ഹൈറ്റിലാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഹൈറ്റിൻ്റെ ആ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. GH എന്താണ്, G/2 ആണ് ഹൈറ്റ് കണ്ടുപിടിക്കുക. സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. കുറച്ച് വലിയ പണിയൊന്നുമില്ല, അതിനകത്ത് ചെയ്യാവുന്നതാണ്, ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർബിറ്റൽ വെലോസിറ്റി, അതിൻ്റെ സംഭവങ്ങൾ പഠിച്ചു വെക്കുക. ഓർബിറ്റൽ വെലോസിറ്റി, പിന്നെ ഇതിനകത്ത് ഇതെല്ലാം ഡിസ്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഗ്രാവിറ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു ഹൈറ്റ്, ഡെപ്ത്ത്, പിന്നെ ഓർബിറ്റൽ വെലോസിറ്റി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എസ്കേപ്പ് വെലോസിറ്റിയാണ്, അത് പഠിക്കാണ്ട് പോകണ്ട. പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നോക്കിക്കോളൂ. പിന്നെ ഹൈറ്റോ ഡെപ്തോ ഏതെങ്കിലും ഒന്ന് അതിനകത്ത് നോക്കി ഉറപ്പാണ്. പിന്നെ വേണമെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കാം, എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ്റെ കാര്യങ്ങൾ. പിന്നെ അതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ലൈക്ക് കമൻറ്റൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.